ദീപക് ധർമ്മൻ കൂടി ചെയ്യുന്നുണ്ട്. ദീപക്, അങ്ങനെ 2 ഘട്ടങ്ങൾ. ഇനിയിപ്പോൾ മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക്, അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകർക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ അക്ഷീണ പ്രയത്നത്തിന്റെ ദിനരാത്രങ്ങളാണ്. ദീപക്. ഹാഷ്മി, അത് തന്നെയാണ് അക്ഷീണ പ്രയത്നത്തിന്റെ ദിനരാത്രം. അത് ഡിസംബർ 13-ന് അറിയാം അതിന്റെ ഫലം. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോവിഡ് കാലത്തായിരുന്നു. പ്രചരണത്തിന് പരിമിതികൾ ഏറെയായിരുന്നു. 3 ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ്. പക്ഷേ എന്നാൽ അതിനേക്കാൾ ആവേശത്തിലായിരിക്കും ഇക്കുറി 2 ഘട്ടത്തിലായി 2 ദിവസങ്ങളിലായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പ്. മാത്രവുമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇൻഡിക്കേഷൻസ് അതൊരു ഭരണ തുടർച്ചയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പണിയായിരിക്കും പ്രതിപക്ഷം, അതുപോലെ BJP NDA മുന്നണി ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ആ പ്രഖ്യാപനങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതറിയണം. മാത്രവുമല്ല, ഒരു 3-ാം ടേമിലേക്ക്, തുടർഭരണത്തിൽ നിന്നും തുടർച്ചയായ ഭരണത്തിലേക്ക് ഇടതുമുന്നണി എത്തുമോ എന്നതുകൂടി കൃത്യമായി, അതായത് ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേവലം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രചരണം ഇപ്രാവശ്യം തീപ്പാറും. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം 2 ടേമിൽ മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷമുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഉറപ്പിക്കേണ്ട ഒരു ഫലം നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അക്ഷീണ പരിശ്രമം അതിലുണ്ടാകും. BJP-യെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ പാർലമെന്റിൽ വിജയിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി കേരളത്തിൽ ആകെയുള്ളത് രണ്ട് അസംബ്ലി സീറ്റാണ്, പന്തളവും പാലക്കാടും. അതിൽ കൂടുതലിലേക്ക് അവർക്ക് വ്യാപിക്കേണ്ടതുണ്ട്, കൂടുതൽ പഞ്ചായത്ത് പിടിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെ ഫലം, മാത്രമല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുള്ള ഇമേജ്, അതിലൂടെ തുടർഭരണം എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ തീപ്പാറും പോരാട്ടം മലബാറിലായിരിക്കുമെന്ന് ഉറപ്പാണ് ഹാഷ്മി. അതിനുവേണ്ടിയുള്ള പണികൾ നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഹാഷ്മി. ഓക്കെ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 2,84,30,700 വോട്ടർമാരുണ്ട്. അതിൽ തന്നെ 1,34,12,420 പുരുഷ വോട്ടർമാരാണ്. 1,40,1,810 സ്ത്രീ വോട്ടർമാർ, 281 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ അടക്കം അവിടെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്ന കാര്യം പറഞ്ഞു. എന്തായാലും ഈ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെങ്കിൽ കൂടിയും മട്ടന്നൂരും പെരുമാറ്റച്ചട്ടം ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. തദ്ദേശ പ്രഖ്യാപിച്ച മട്ടന്നൂർ മുനിസിപ്പൽ നിലവിൽ ഇലക്ഷൻ ഇല്ലെങ്കിൽ അവിടെ പെരുമാറ്റച്ചട്ടം ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. മട്ടന്നൂർ സംഭവിച്ചത് പല പ്രശ്നം ചിലപ്പോൾ സംശയം ഉണ്ടാകും, എന്തുകൊണ്ട് മട്ടന്നൂർ ഇലക്ഷൻ ഇല്ല എന്നുള്ള കാര്യം. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ അവസാനമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 2022 ഓഗസ്റ്റ് 20-നാണ്. അന്ന് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന ഭരണസമിതി 22 സെപ്റ്റംബർ 11 സത്യപ്രതിജ്ഞ അധികാരമില്ല. അതുകൊണ്ട് മട്ടന്നൂർ നഗരസഭയുടെ ഭരണകാലാവധി 2027 സെപ്റ്റംബർ 10-നാണ് അവസാനിക്കുക. അതുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പില്ല. പക്ഷേ അവിടെ പെരുമാറ്റച്ചട്ടം അവിടെ ബാധകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.